PC ജോർജിനെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടുകയാണ്. PC ജോർജിന്റെ ഭാഗത്തു നിന്ന് അത്ര വലിയ ഒരു നാക്കുമഴയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലും വലിയ പരാമർശങ്ങൾ നടത്തിയ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ട്? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞ പരാമർശങ്ങൾ എങ്ങനെയാ മറന്നുപോകുന്നത്? VS അച്യുതാനന്ദൻ പറഞ്ഞത് എന്താ? ഒരു പ്രത്യേക സമുദായത്തിന്റെ ആളുകൾ മുസ്ലിം എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ VS അച്യുതാനന്ദനെ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തില്ലല്ലോ? അപ്പോ ഇത് ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നില്ല PC ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അത് തിരുത്താൻ വേണ്ടി തയ്യാറായി എന്ന് പറഞ്ഞ സമയത്ത് ആർക്കെങ്കിലും അത് അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ചെറിയ കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കുന്നു. ഹിന്ദുക്കളെ കൊല്ലുമെന്ന് പറഞ്ഞ് അവരും കുന്തിരിക്കവും മലരും ഒക്കെ കരുതി വെച്ചോ എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ആ പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനപ്പുറത്ത് തീവ്രവാദികൾ ഫോട്ടോ എഴുന്നള്ളിക്കുന്നു. ഇതൊന്നും കേരളത്തിൽ ചർച്ചാ വിഷയങ്ങളല്ല. കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ കിടക്ക് പറഞ്ഞ ഒരു പരാമർശത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ PC ജോർജിനെ രാഷ്ട്രീയപരമായിട്ട് വേട്ടയാടുകയാണ്. അപ്പൊ ഇതൊന്നും വില പോകില്ല. കേരളത്തിലെ ജനങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കോടതിയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് PC ജോർജിന് ഇങ്ങനെ അദ്ദേഹം ഇന്ന് ഹാജരാകുമെന്ന് പറഞ്ഞതാണ്. അദ്ദേഹം എന്താ ഒരു പിടികിട്ടാ പുള്ളിയൊന്നുമല്ല. അപ്പൊ ഈ രീതിയിൽ PC ജോർജിനെ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രഫുൽ കൃഷ്ണ, വളരെ നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണ. പ്രതികരിച്ചതിന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ വേട്ടയാടൽ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്.